ഇടതിന്റെ കോട്ടയാണ് തളിപ്പറമ്പ്. ഇത്തവണ കോട്ടയിലെ അവസരങ്ങൾ മുതലാക്കാമെന്ന പ്രതീക്ഷയോടെയാണ് ടി.കെ. ഗോവിന്ദൻ എന്ന വ്യക്തിക്ക് UDF കൈകൊടുക്കുന്നത്. ആരും പ്രതീക്ഷിച്ചതല്ല ആ ട്വിസ്റ്റ്. പി.കെ. ശ്യാമളയെ മത്സരിപ്പിക്കാൻ LDF ആലോചിപ്പിച്ചപ്പോൾ തന്നെ തുടങ്ങിയതാണ് പാർട്ടിയിലെ അസ്വസ്ഥതകൾ. എല്ലാം കൂടി വന്നപ്പോൾ തളിപ്പറമ്പിന്റെ വോട്ട് ഭൂമികയ്ക്ക് അങ്ങനെ തീ പിടിക്കുകയാണ്. ഉശിരൻ ഫൈറ്റ് നടക്കുന്ന തളിപ്പറമ്പിലേക്കൊന്ന് പോയി വരാം. സത്യത്തിൽ ആരും പ്രതീക്ഷിച്ചതായിരുന്നില്ല തളിപ്പറമ്പിൽ ഇങ്ങനെയൊരു ട്വിസ്റ്റ്. പി.കെ. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ CPM തീരുമാനിച്ചപ്പോൾ തുടങ്ങി പാർട്ടിക്കകത്ത് അസ്വസ്ഥതകൾ. തൊട്ടു പിന്നാലെ വരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ പടിയിറക്കവും വെളിപ്പെടുത്തലും. അതിനു പിന്നാലെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം. അതിന് തൊട്ടു പിന്നാലെ UDFൻ്റെ പിന്തുണ. ഇതെല്ലാം കൂടി ആയപ്പോഴാണ് തളിപ്പറമ്പിൻ്റെ വോട്ട് ഭൂമികയ്ക്ക് തീപിടിക്കാൻ തുടങ്ങിയത്. ഇടതിൻ്റെ സ്വന്തമാണ് തളിപ്പറമ്പെന്ന് ചരിത്രം പറയും. അതുതന്നെയാണ് പി.കെ. ശ്യാമളയും പറയുന്നത്. അതിന് കണക്കുകളുടെ പിൻബലമുണ്ട്. ഇവിടെ എല്ലാ സന്ദർഭത്തിലും ഇടതുപക്ഷ ജനാധിപത്യം ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. നല്ല ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. ഒരു സന്ദർഭത്തിൽ മാത്രമാണ് ചെറിയ വോട്ട് നമ്മൾ നഷ്ടപ്പെട്ടുള്ളത്. ആ ഗ്യാരണ്ടി തന്നെയാണ്. നല്ലതുപോലെ ഇടതുപക്ഷ സ്വാധീനമുള്ള മണ്ഡലമായതുകൊണ്ടും ആ നിലയില്ല. നമ്മളങ്ങനെ വെറുതെ ജയിക്കുന്നില്ല. നല്ല സംഘടനാ പ്രവർത്തനം നടത്തി തന്നെ ജയിക്കുന്ന മണ്ഡലമാണ്. തളിപ്പറമ്പ് ആരുടെയും സ്വകാര്യ സ്വത്തല്ലെന്ന് പറഞ്ഞ് ടി.കെ. ഗോവിന്ദൻ പി.കെ. ശ്യാമളയെ എതിർത്തു. പുതിയ കണക്കുകൾ നിരത്തി എതിർക്കുന്നു. സുധാകരൻ ഇവിടെ MP ആയി മത്സരിക്കുമ്പം ഇതുപോലെ എല്ലാ സ്ഥലത്തും പോയി പ്രചരിപ്പിച്ചിട്ടൊന്നുമില്ല അയാൾ. എന്നിട്ട് എത്രയോ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഈ തളിപ്പറമ്പിൽ മാത്രം കിട്ടിയത്? 8000 വോട്ട്. ആ വോട്ട് ഇവിടെ ഉണ്ട്. ഒരു മാറ്റം വേണം തളിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഈ നയത്തിൽ പ്രതിഷേധിക്കുന്ന എൻ്റെ പാർട്ടി സഖാക്കളുണ്ട്. അവരൊക്കെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ആ ആശയത്തിനോടൊപ്പം എന്നോടൊപ്പം നിൽക്കുന്നവരും അതുപോലെ തന്നെ UDFൻ്റെ വോട്ടും ചേർന്ന് കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ വേണ്ടി കഴിയും. 7 ഗ്രാമപഞ്ചായത്തുകളും 2 നഗരസഭകളും അടങ്ങിയതാണ് തളിപ്പറമ്പ് മണ്ഡലം. ആന്തൂർ നഗരസഭയും മയ്യിൽ, കുറുമാത്തൂർ, മലപ്പട്ടം, പരിയാരം, കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തുകളും ഇടതിൻ്റേതാണ്. തളിപ്പറമ്പ് നഗരസഭയിലും കൊളച്ചേരി, ചപ്പാരപ്പടവ് പഞ്ചായത്തുകളിലും ഭരണം UDFനാണ്. അതോടൊപ്പം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും മേൽക്കൈ UDFനായിരുന്നു. പി.കെ. ശ്യാമളയെ MV ഗോവിന്ദന്റെ ഭാര്യയെന്ന് ലേബൽ ചെയ്യുന്നത് ശരിയല്ലെന്ന ചർച്ച മണ്ഡലത്തിൽ ഉടനീളമുണ്ട്. അതിനുമപ്പുറം അവർക്ക് രാഷ്ട്രീയ പരിചയവും പാരമ്പര്യവുമുണ്ട്. ഒരു സ്ത്രീ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ അവരെ ഇങ്ങനെ ചുരുക്കി കാണിക്കുന്നത് ഇനിയിപ്പോൾ എതിരാളികൾ പറഞ്ഞാൽ പോലും മാധ്യമങ്ങൾ തിരുത്തി കൊടുക്കണം എൻ്റെ അഭിപ്രായം. പി.കെ. ശ്യാമള എന്ന വ്യക്തിയെയല്ല, തനിക്ക് ശേഷം തൻ്റെ ഭാര്യ എന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ നിലപാടിനെയാണ് എതിർത്തതെന്ന് ടി.കെ. ഗോവിന്ദൻ മറുപടി പറയും. തൻ്റെ കൈവിട്ട് പോകാൻ പാടില്ല നിയന്ത്രണം ഇവിടെ നിന്നുള്ള ഒറ്റ ആഗ്രഹമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അതിനെ ചോദ്യം, അല്ലാണ്ട് ഭാര്യ ആയതുകൊണ്ടല്ല. അത് തൻ്റെ വീട്ടിൽ തന്നെ വേണം. അതെന്ത് രീതിയാണ്? പി.കെ. ശ്യാമളയോട് ആദ്യമുണ്ടായ എതിർപ്പ് ഇപ്പോഴില്ല എന്നാണ് പാർട്ടി കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. ടി.കെ. ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായതോടെ പാർട്ടി ഒറ്റക്കെട്ടായെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ പി.കെ. ശ്യാമള വിജയിക്കും. ടി.കെ. ഗോവിന്ദന് UDF കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ കൂടിക്കൂടി വരികയാണ് എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ പാർലമെന്റിൽ ലഭിച്ച ഭൂരിപക്ഷം നിലനിർത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ടി.കെ. ഗോവിന്ദൻ വിജയിക്കും. വിനോദ് മൊറാഴക്കൊപ്പം CK വിജയൻ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.